ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആയിട്ട് ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ലൈക്ക് ഐ സെഡ്, ഇത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ ഫ്രീക്വൻ്റ്ലി ആസ്ക് ചെയ്യുന്ന കുറച്ച് റൂൾസ് ആണ്. നമ്മൾ ഓൾറെഡി വീഡിയോസിൽ ഓൾമോസ്റ്റ് 60 റൂൾസോളം കവർ ചെയ്തിട്ടുണ്ട്. ഐ സജസ്റ്റ് ദാറ്റ് നിങ്ങൾ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ട് ഇത് കാണുക, സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് ആൻഡ് ഇറ്റ്സ് ഈസിയർ ടു ഫോളോ. നമ്മൾ ഓരോ റൂൾസും പഠിച്ച് അതിൻ്റെ എക്സാമ്പിൾസ് വെച്ചാണ് പോകുന്നത്. ആൻഡ് നിങ്ങൾ ഇതിൻ്റെ കൂടെ നോട്ട്സ് ഉണ്ടാക്കി പോയാൽ ഇറ്റ്സ് ഈസിയർ ഫോർ യു ടു റിവൈസ്. നമുക്കിപ്പം ഇന്നത്തെ ഫസ്റ്റ് റൂളിലേക്ക് പോവാം. സോ ദാറ്റും സോ ദാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഒരു സെൻറ്റൻസിൽ സോ ദാറ്റ് ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ആൻഡ് ഓൾസോ സോ കഴിഞ്ഞ് ഇടയിൽ യു ഫിൽ സംതിങ് ആൻഡ് ദെൻ ദാറ്റ്. നമ്മൾ യൂഷ്വലി എപ്പോഴും ഉപയോഗിക്കുന്നത് തന്നെയാണ്. സോ നോക്കിയേ, സോ ആൻഡ് സംതിങ് ആൻഡ് പിന്നെ ദാറ്റ് ഇടുന്നത് ഇസ് വെൻ യു യൂസ് ഇറ്റ് ഫോർ എ റിസൾട്ട്. ഇവിടെ നോക്കിയേ, ഹി വാസ് സോ ടയേർഡ് ദാറ്റ് ഹി ഫെൽ അസ്ലീപ്. അതിൻ്റെ അർത്ഥം എന്താ? പുള്ളി ഭയങ്കര ടയേർഡ് ആയിരുന്നത് കൊണ്ട് അവിടെ ഉറങ്ങിപ്പോയി എന്നാണ്. ദിസ് ഇസ് എ റിസൾട്ട് ഹിയർ അല്ലേ? അപ്പോൾ ഈ റിസൾട്ട് ആയതുകൊണ്ട് സോന്റെ ഇടയിൽ കുറച്ച് സാധനം ആൻഡ് ദാറ്റ്, സോ ടയേർഡ് ദാറ്റ് ഹി ഫെൽ അസ്ലീപ് എന്നാണ് ഇവിടെ വരുന്നത്. പക്ഷേ സോ ദാറ്റ് ഒരുമിച്ച് വരുന്ന എപ്പോഴാ? വെൻ യു സേ ഇറ്റ് ഫോർ എ പേർപ്പസ്. നമ്മളൊരു പേർപ്പസ് ഡിനോട്ട് ചെയ്യാൻ പറയാണ്. എന്താ പറയുക? ഇപ്പോൾ ഐ സ്റ്റഡീഡ് ഓൾ നൈറ്റ്, ഐ സ്റ്റഡീഡ് ഓൾ നൈറ്റ് സോ ദാറ്റ് ഐ ക്യാൻ സ്കോർ ഗുഡ് മാർക്സ് എന്ന് പറയില്ലേ? ഇങ്ങനെ പറയുമ്പോൾ ഈ സോ ദാറ്റ് ഞാൻ ഒരുമിച്ചല്ലേ ഉപയോഗിച്ചത്. ബിക്കോസ് ഇവിടുത്തെ പേർപ്പസ് എന്താ? ടു സ്കോർ എ ഗുഡ് മാർക്സ്. ഇത് ഇവിടുത്തെ പേർപ്പസ് ആണ്. ക്ലിയർ ആണല്ലോ? സോ ദർസ് ടു യൂസേജസ് ഓഫ് സോ ദാറ്റ്. സോ കഴിഞ്ഞ് വെൻ യു യൂസ് എ ഫ്രേസ് ഇൻ ബിറ്റ്വീൻ ആൻഡ് ദെൻ യൂസ് ദാറ്റ്, അപ്പോഴെപ്പോഴാ? ദാറ്റ്സ് ഫോർ എ റിസൾട്ട്. ഹി വാസ് സോ ടയേർഡ് ദാറ്റ് ഹി ഫെൽ അസ്ലീപ്. പക്ഷേ സോ ദാറ്റ് ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഇറ്റ്സ് ഫോർ എ പേർപ്പസ്. ഹി സ്റ്റഡീഡ് സോ ഹാർഡ് സോ ദാറ്റ് ഹി ക്യാൻ പാസ് ഇൻ ദ എക്സാംസ്. അതൊരു പേർപ്പസ് ആണല്ലോ. അങ്ങനെ പറയുമ്പോഴാണ് സോ ദാറ്റ് ഒരുമിച്ച് ഉപയോഗിക്കേണ്ടത്. ദാറ്റ്സ് ദ ഫസ്റ്റ് റൂൾ ഓഫ് ദ ഡേ. ഇനി അടുത്ത് നോക്കാം. അടുത്ത റൂൾ എന്താ? അൺലെസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, അൺടിൽ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കുകളാണ്. യു ഹാവ് ടു നോ വെൻ യു ഹാവ് ടു യൂസ് ഇറ്റ്. നമുക്കിപ്പം എക്സാംസിന് പൊതുവേ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ക്ലോസ് ടെസ്റ്റ് ഒക്കെ. അതിൽ ഈ രണ്ട് ഓപ്ഷനും വരും ആൻഡ് യു ഷുഡൻറ്റ് ബി കൺഫ്യൂസ്ഡ്. നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എപ്പോഴാണ് അൺലെസ്സും എപ്പോഴാണ് അൺടിലും പറയുന്നതെന്ന്. അൺലെസ് ഇസ് ലൈക്ക് നമ്മളൊരു കണ്ടീഷൻ പറയാണ്. അൺലെസ് ഇത് ചെയ്തില്ലെങ്കിൽ നീ വരണ്ട എന്ന് പറയുന്നതാണ്. ഇറ്റ്സ് ലൈക്ക് എ കണ്ടീഷൻ അല്ലേ? ഇഫ് നോട്ട് എന്ന് പറയുന്ന പോലെ ഇറ്റ്സ് എ കണ്ടീഷൻ. നമ്മൾ കണ്ടീഷണൽ ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് അൺലെസ് ഉപയോഗിക്കുന്നത്. നോക്കിയേ, യു വിൽ ഫെയിൽ അൺലെസ് യു വർക്ക് ഹാർഡ്. നമ്മൾ ഇഫ് നോട്ട് യു വർക്ക് ഹാർഡിന് പകരം ഒറ്റ വർക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് അൺലെസ്. യു വിൽ ഫെയിൽ അൺലെസ് യു വർക്ക് ഹാർഡ്. ഈ അൺലെസ് എന്താണ്? ഇറ്റ്സ് എ കണ്ടീഷൻ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ യു വിൽ ഫെയിൽ. ഇറ്റ്സ് എ കണ്ടീഷൻ ആയിട്ട് പറയുകയാണ്. സോ ദിസ് ഇസ് ലൈക്ക് എ ഇഫ് നോട്ട് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഒരുമിച്ച് ഒറ്റയ്ക്ക് യൂസ് ചെയ്യുന്ന വാക്കാണ് അൺലെസ്. ബട്ട് വാട്ട് ഇസ് അൺടിൽ? അൺടിൽ ഇസ് ലൈക്ക് അപ് ടു ദ ടൈം. ഒരു ടൈം ഡിനോട്ട് ചെയ്യുമ്പോഴാണ് അൺടിൽ. അതുവരെ ഐ ആം സ്റ്റേയിങ് ബാക്ക് അൺടിൽ 10 PM ടുഡേ എന്ന് പറയുമ്പോൾ ഐ ആം സ്റ്റേയിങ് ബാക്ക് അൺടിൽ 10 PM. ഞാനിന്ന് 10 മണി വരെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഐ എം സ്റ്റേയിങ് ബാക്ക് അൺടിൽ. ആ 10 മണി ഇറ്റ്സ് ഡിനോട്ട്സ് എ ടൈം, റൈറ്റ്? അപ്പോൾ ആ ടൈം, അപ് ടു ദാറ്റ് ടൈം ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറയുന്നതാണ്. ഐ വിൽ ബി ഹിയർ അപ് ടു 10 PM എന്ന് പറയുന്നതിന് പകരമാണ് ഐ വിൽ ബി സ്റ്റേയിങ് ബാക്ക് അൺടിൽ 10 PM എന്ന് പറയുന്നത്. സോ അൺലെസ് ഇസ് ലൈക്ക് എ കണ്ടീഷൻ. ഇതില്ലെങ്കിൽ അതുണ്ടാവില്ല. ഇതില്ലെങ്കിൽ അൺലെസ് നീ ഇത് ചെയ്തില്ലെങ്കിൽ, അൺലെസ് യു ആസ്ക് നൈസ്ലി ഐ വോണ്ട് ഹെൽപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അൺലെസ് ഇസ് ഓൾവേസ് എ കണ്ടീഷൻ. പക്ഷെ ഇവിടെ അൺടിൽ ഇസ് ആ ഒരു സമയം വരെ, അപ് ടു ദാറ്റ് ടൈം. അൺടിൽ, ടിൽ ദിസ് ടൈം, ടിൽ 5 PM, ടിൽ 10 PM എന്ന് പറയുന്നതാണ് അൺടിൽ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ബോത്ത് ദ റൂൾസ് ആർ ക്ലിയർ. നമുക്ക് നെക്സ്റ്റിലോട്ട് പോവാം. ഇവിടെ എന്താ നോക്കുന്നത്? ആസ് ഇഫും ആസ് ദോയും ആണ് പറയുന്നത്. ദാറ്റ് ഇസ് 2 യൂസേജ് അല്ലേ? ആസ് ഇഫും പറയുന്നുണ്ട്, ആസ് ദോയും പറയുന്നുണ്ട്. ആസ് ഇഫ് ഇപ്പോൾ പറയുന്നത് ഒരു സബ്ജങ്ക്റ്റീവ് കാര്യത്തിനാണ്. ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു കാര്യം, ഒരു സബ്ജങ്ക്റ്റീവ് മൂഡ് എന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ്. എന്താണ്? ഹി ടോക്സ് ആസ് ഇഫ് ഹി വെർ ദ ബോസ്. ഈ ആസ് ഇഫ് എന്താണ് ഇവിടെ?
നമുക്ക് ഇല്ലാത്തൊരു കാര്യം കണ്ടോ, ഒരു അൺറിയാലിറ്റി. അയാളൊരു ബോസിനെ പോലെ സംസാരിക്കുന്നു, അവനൊരു ബോസ് ആയിരുന്ന പോലെ സംസാരിക്കുന്നു എന്നാ പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ റിയാലിറ്റി, ഇറ്റ്സ് ലൈക്ക് എ ഇമാജിനേഷൻ. അപ്പോഴാണ് നമ്മൾ ആസ് ഇഫ് പറയേണ്ടത്. നോക്കിയേ, ഹി ടോക്സ് ആസ് ഇഫ് ഹി വെർ എ കിങ്. ഇത് റിയാലിറ്റി ആണോ? അല്ല. ഇറ്റ്സ് ഓൾ ലൈക്ക് എൻ ഇമാജിനേഷൻ പോലെ അല്ലേ? അപ്പോഴാണ് യു യൂസ് ആസ് ഇഫ്. He talks as if he were a king. He talks so rudely as if he were the minister എന്നൊക്കെ പറയുന്ന, or as if he were the boss എന്ന് പറയുന്നതാണ് ഇവിടെ ഈ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ്. ഹി ടോക്സ് ആസ് ഇഫ് ഹി വർ ദ ബോസ്, മുതലാളിനെ പോലെ ആണെന്നാണ് വിചാരം എന്നൊക്കെ പറയുന്നില്ല. ആ വിചാരം ഓർ ഇറ്റ്സ് അൺഇമാജിൻഡ്, ഇറ്റ്സ് എൻ ഇമാജിൻഡ് അൺറിയാലിറ്റി ആണ്, റിയാലിറ്റി അല്ല. അതാണ് നമ്മൾ ആസ് ഇഫ് ഉപയോഗിക്കുന്നത്. പക്ഷെ ആസ് ദോ ഇസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ സെയിം. നോക്കിയേ, ഷീ ബിഹേവ്സ് ആസ് ദോ ഷീ ന്യൂ എവ്രിതിങ്. എല്ലാം അറിയുന്ന പോലെയാണ് അവൾ സംസാരിക്കുന്നത്, എല്ലാം അറിയുന്നത് പോലെ. ഇറ്റ്സ് എ എന്താ പറയാ, ഇറ്റ്സ് എ നോട്ട് എ റിയാലിറ്റി, ഇറ്റ്സ് എൻ അൺറിയാലിറ്റി. അറിയുന്നത് പോലെ ഓർ ലൈക്ക് നമ്മൾ ഇമാജിൻ ചെയ്യാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കാം. സോ ഷീ ബിഹേവ്സ് ആസ് ദോ ഷീ ന്യൂ എവ്രിതിങ്. ഷീ സ്പെൻഡ്സ് ആസ് ദോ ഷീ ഏൺസ് എ ലോട്ട് ഓഫ് മണി. നമ്മൾ കയ്യിലില്ലാത്ത പൈസ വെച്ച് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഉള്ളെന്നാണ് വിചാരം എന്ന് പറയില്ലേ? ആ വിചാരം, ആ വിചാരിക്കുന്നത് ഇസ് ദ അൺറിയാലിറ്റി ഹിയർ. അങ്ങനെ നമ്മൾ ആസ് ഇഫ് ഹി വെയർ ദ കിങ്, ആസ് ദോ ഷീ ഏൺസ് എ ലോട്ട്, ആ ഇത് രണ്ടും പറയുന്നത് ഇസ് വെൻ ഇല്ലാത്തൊരു കാര്യം ഓർ നമ്മൾ ഇമാജിൻ ചെയ്ത് ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ഇത് രണ്ടും പറയുന്നത്. സോ ആസ് ഇഫും ആസ് ദോയും. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. ഇത് നോക്കിയേ, ഇറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ആൻ അൺറിയാലിറ്റി, ആസ് ഇഫ് ആൻഡ് ആസ് ദോ. അടുത്തത് ബിക്കോസ് എപ്പം പറയണം, ബിക്കോസ് ഓഫ് എപ്പം പറയണം. നമ്മൾ ബിക്കോസും ഓഫും ഒരുമിച്ച് പറയുന്ന സ്ഥലങ്ങളുണ്ട്, ആൻഡ് യു ക്യാൻ ഓൺലി യൂസ് ബിക്കോസ് മാത്രം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. അതെന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നോക്കാം. ബിക്കോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ്ഡ് ആസ് എ ക്ലോസ്. ക്ലോസ് എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വി ഹാവ് ബീൻ റിപ്പീറ്റിംഗ് ഇറ്റ് ത്രൂ ഔട്ട് ബിക്കോസ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അതുകൊണ്ടാണ്. ഒരു സബ്ജക്റ്റും ഒരു വേർബും ഉണ്ട്. You don't know the whole meaning of the sentence from a clause, but it's a part of a sentence. അതാണ് clause എന്ന് പറയുന്നത്. ഇപ്പം he ran through the forest എന്നുള്ളതാണ് ഒരു ഫുൾ സെന്റൻസ്. പക്ഷെ അതിന്ന് ഞാൻ he ran എന്ന് മാത്രം എടുത്താൽ he is the subject there, ran is the verb there അല്ലേ? അപ്പോൾ നമുക്ക് അവൻ ഓടി എന്ന് മനസ്സിലാവും, പക്ഷെ you don't have the full meaning of it also. ഇതാണ് in simpler terms ക്ലോസിനെ പറഞ്ഞതാണ്. There are a lot of exceptions and examples. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി in the most സിംപ്ലസ്റ്റ് ടേംസ് ഒരു സെന്റൻസ് നിന്ന് ആ ഒരു സബ്ജക്റ്റും വേർബും മാത്രം എടുത്ത് പറയുമ്പോഴാണ് ഇറ്റ്സ് എ ക്ലോസ്. നോക്കിയേ, ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് ഐ കുഡൻ കം ടു ദ. ഐ കുഡൻ, ഞങ്ങൾക്ക് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഐ കുഡൻറ്റ് കം ഫോർ ദ ഇവന്റ് ബിക്കോസ് ഐ വാസ് സിക്ക് എന്ന് പറഞ്ഞു വെച്ചോ. ഞാൻ സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, ആൻഡ് ബിക്കോസ് ഐ വാസ് സിക്ക് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ക്ലോസ് ആണ്. എന്തുകൊണ്ട് വരാൻ പറ്റിയില്ല? ബിക്കോസ് ഐ വാസ് സിക്ക്. യു ആസ്ക് വാട്ട് ടു ദ, ഓർമ്മയുണ്ട് നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഒരു സെന്റൻസിനോട് വാട്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് കിട്ടും. ആൻഡ് ഒരു സിംഗിൾ വേർഡ് അല്ല, ഇഫ് ഇറ്റ്സ് എ ഫുൾ ക്ലോസ് ആണെന്നെങ്കിൽ നമ്മൾ എങ്ങനെ മാറ്റണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഇറ്റ്സ് ദ സെയിം. നോക്കിയേ, ബിക്കോസ് ഐ വാസ് സിക്ക് ഇസ് എ ക്ലോസ്. സോ ആ ബിക്കോസ് മാത്രം ഉപയോഗിക്കുന്നത് ഓൺലി വെൻ യു വാണ്ടഡ് ടു യൂസ് ആസ് എ ക്ലോസിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ബിക്കോസിന് മാത്രം പറയുന്നത്. പക്ഷെ ബിക്കോസ് ഓഫ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് നമ്മളൊരു നൗൺ അല്ലെങ്കിൽ പ്രോ നൗൺ പറയണം. ഇവിടെ നോക്കിയേ, ദ സെയിം തിങ്. ബിക്കോസ് ഐ വാസ് സിക്ക് എന്നാണ് ഇവിടെ. ഇപ്പം നോക്കിയേ, ഇവിടെ ഇപ്പം നമ്മുടെ സെന്റൻസ് ഐ കുഡന്റ് കം ഫോർ ദ ഇവന്റ് ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് എന്ന് പറയുമ്പോൾ ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ് ഇസ് എ ക്ലോസ് അല്ലേ? പക്ഷെ ഞാൻ ബിക്കോസ് ഓഫ് ദ എന്ന് പറയുമ്പോൾ അവിടെ റെയിൻ എന്ന് പറയണം. യു ഷുഡ് യൂസ് ഇറ്റ് ആസ് ലൈക്ക് എ നൗൺ ഓർ എ പ്രൊനൗൺ. ഇപ്പൊ നോക്കിയേ, ബിക്കോസ് ഓഫ് ദ ഐ കുഡന്റ് കം ഫോർ ദ ഇവന്റ് ബിക്കോസ് ഐ വാസ് സിക്ക്, അല്ലെങ്കിൽ ഐ കുഡന്റ് ഐ വാസ് ലേറ്റ് എന്ന് എഴുതാം നമുക്ക്. ഐ വാസ് ലേറ്റ് ബിക്കോസ് ഓഫ് ദ ട്രാഫിക്. നമ്മൾ യൂഷ്വലി പറയുന്ന സെന്റൻസ് ആണ് അല്ലേ? അപ്പൊ അവിടെ ബിക്കോസ് ഓഫ് എന്താണ്? അത് കഴിഞ്ഞ് ഞാനൊരു നൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? ട്രാഫിക് ഇസ് എ നൗൺ. സോ ആ ബിക്കോസ് ഓഫ് എന്ന് പറയുന്നത് വെൻ യു ഡിനോട്ട് എ റീസൺ ജസ്റ്റ് ആഫ്റ്റർ. ഐ വാസ് ലേറ്റ് ബിക്കോസ് ഓഫ് ദ ട്രാഫിക്, ഐ കുഡന്റ് കം ബിക്കോസ് ഓഫ് ദ റെയിൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സാധനമാണ്. അപ്പൊ ബിക്കോസ് ഓഫ് കഴിഞ്ഞ് എപ്പോഴും നമ്മൾ ഒരു നൗൺ അല്ലെങ്കിൽ പ്രോ നൗൺ പറയണം.
ഇപ്പം ഐ വാസ് ലേറ്റ് ബിക്കോസ് ഓഫ് ഹിം എന്ന് പറയില്ല, നമ്മുടെ കൂടെ വരുന്ന ആള് ലേറ്റ് ആയതുകൊണ്ടാണ് ഞാനും ലേറ്റ് ആയതെന്ന് പറയും. അപ്പൊ ബിക്കോസ് ഓഫ് ഹിം എന്ന് പറയുമ്പോൾ എന്താ, ഹിം ഇസ് എ പ്രോനൗൺ. സോ ദയർ യു യൂസ് ബിക്കോസ് ആൻഡ് ഓഫ് ടുഗെദർ അല്ലേ. ഇവിടെ നോക്കിയേ, ഐ വാസ് ലേറ്റ് ബിക്കോസ് ഓഫ് ഹിം എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ഹിം എന്താണ്, പ്രോനൗൺ അല്ലേ. അപ്പം യു യൂസ് ബിക്കോസ് ഓഫ് കഴിഞ്ഞ് ഇവിടെ നൗണും ഉപയോഗിച്ചു, ഇവിടെ പ്രോനൗണും ഉപയോഗിച്ചു, വിച്ച് ഇസ് ദ റൂൾ അല്ലേ. അപ്പൊ ബിക്കോസ് കഴിഞ്ഞ് ഇറ്റ്സ് ഓൾവേസ് എ ക്ലോസ്, ആൻഡ് ബിക്കോസ് ഓഫ് കഴിഞ്ഞ് യു യൂസ് എ നൗൺ ഓർ എ പ്രോനൗൺ. അതാണ് റൂള്. ഇനി അടുത്ത കാര്യം എന്താണ്, സച്ച് കഴിഞ്ഞ് ആസും സച്ച് കഴിഞ്ഞ് ദാറ്റ് ഉപയോഗിക്കാം. സച്ച് ആസ്, സച്ച് ദാറ്റ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ലൈക്ക് ഐ സെഡ്, നമ്മൾ ഇംഗ്ലീഷ് പൊതുവെ ഇത്തിരി കൂടെ യൂസ് ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ബട്ട് ദർ ഇസ് എ പ്രോബ്ലം ദാറ്റ് ഇൻ ഇൻഫോർമൽ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളല്ല പ്രോപ്പർ ഇംഗ്ലീഷ് ഓർ ഫോർമൽ ഇംഗ്ലീഷ്. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, നമുക്ക് എക്സാംസിന് ചോദിക്കുന്നത് ഫോർമൽ ഇംഗ്ലീഷ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റൂൾസ് വളരെ നന്നായിട്ട് പഠിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്ന ചില സെന്റൻസ് വായിക്കുമ്പോൾ ഇതിലിപ്പോൾ സ്പോട്ട് എറർ ഒക്കെ വരുമ്പോൾ വെൻ യു റീഡ് ദ സെന്റൻസ് ഇറ്റ് സീംസ് പെർഫെക്റ്റ്. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നതാണല്ലോ, ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് തോന്നും. ദാറ്റ്സ് ബിക്കോസ് യു ഡോണ്ട് നോ ദ റൂൾസ്. അതുകൊണ്ടാണ് ഈ റൂൾസ് വളരെ പക്കയായിട്ട് പഠിക്കുക, സോ ദാറ്റ് യു നോ വേർ ഇറ്റ് ഇസ് റോങ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, അതുകൊണ്ട് ഇത് എന്താ പ്രശ്നം എന്ന് പറയരുത്. നമ്മൾ പറയുന്നത് ഇൻ ഇൻഫോർമൽ വേ. അൺലെസ് നമ്മൾ എത്രയും പഠിച്ച് നമ്മളെല്ലാം റൂൾസ് ഒക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ പറയുന്നതും ഫോർമൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ദെൻ യെസ്. പക്ഷെ നമ്മൾ യൂഷ്വലി അങ്ങനെ അല്ല ചെയ്യുക. അപ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ റൂൾസ് ഓഫ് ഫോർമൽ ഇംഗ്ലീഷ്, വിച്ച് ഇസ് വൈ ദിസ് ക്ലാസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സച്ച് ആസും സച്ച് ദാറ്റും എപ്പോഴാ, സച്ച് ആസ് നമ്മൾ എക്സാമ്പിൾ വെച്ച് പഠിക്കാം. ഇറ്റ് വാസ് സച്ച് എ പ്രോബ്ലം ആസ് നോ വൺ കുഡ് സോൾവ്. അപ്പൊ നമ്മൾ സച്ച് എവിടെ നിന്ന് ഉപയോഗിക്കുന്നത്, ഇറ്റ്സ് എ നൗൺ ഫ്രേസിന്റെ കൂടെയാണ് നമ്മൾ സച്ച് ആസ് ഉപയോഗിക്കുന്നത്. സച്ച് ദാറ്റ് എപ്പോഴാ പറയാ, ഇറ്റ്സ് ഓൾവേസ് ടു ഷോ എ റിസൾട്ട്. എന്തുകൊണ്ട് നടന്നു എന്ന് പറയുമ്പോൾ റിസൾട്ട് നടന്നതാണ് നമ്മൾ സച്ച് ദാറ്റ് ഉപയോഗിക്കാം. എക്സാമ്പിൾ നോക്കിയേ, ഇറ്റ് വാസ് സച്ച് എ പ്രോബ്ലം ആസ് നോ വൺ കുഡ് സോൾവ് അല്ലേ. അത് കഴിഞ്ഞ് എന്താ, ഈ നോ വൺ കുഡ് സോൾവ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഫ്രേസസ് ഒക്കെ അറിയുന്ന ആണെങ്കിൽ, ഫ്രേസസ് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നോക്കിയേ, നൗൺ ഫ്രേസ് ഉണ്ട്. വെറും നൗൺ നമുക്ക് അറിയാമല്ലോ. നൗൺ നമ്മൾ ചെറുതിലോട്ടേ പഠിക്കുകയാണ്. നൗൺ ഇസ് എ നെയിമിംഗ് വേർഡ് ആണ്. ഒരു പേരാവാം, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാവാം, ഇതൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് നൗൺ. ആ നൗൺ ഫ്രേസസ് ഇവിടെ നോക്കിയേ, നോ വൺ കുഡ് സോൾവ് എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് സച്ച് എ പ്രോബ്ലം ആസ് നോ വൺ കുഡ് സോൾവ്. ഇവിടെ നമ്മൾ പ്രോബ്ലം എന്നുള്ളൊരു നൗണിനെ കൂടെ അത് കഴിഞ്ഞൊരു ഫ്രേസും കൂടെ ഉണ്ട് അല്ലേ. ആ പ്രോബ്ലം ഒരാൾ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു പ്രോബ്ലം ആണ്. അപ്പൊ അതെന്താ, അവിടെ ഒരു നൗൺ ഫ്രേസ് ആണത്. സോ അപ്പൊ നമ്മൾ എന്ത് ഉപയോഗിക്കും, സച്ച് കഴിഞ്ഞ് ആസ് ഉപയോഗിക്കണം. സോ സച്ച് ആസ് ഇസ് ഓൾവേസ് കമ്മിങ് ആഫ്റ്റർ, സച്ച് ആസ് ഇസ് ഓൾവേസ് യൂസ്ഡ് വിത്ത് എ നൗൺ ഫ്രേസ്. ഓക്കെ, സച്ച് ദാറ്റ് വരുന്ന എപ്പോഴാ, ഒരു റിസൾട്ട് കാണിക്കുമ്പോൾ. ഇറ്റ് വാസ് സച്ച് എ ഹോട്ട് ഡേ ദാറ്റ് വി സ്റ്റേഡ് ഇൻഡോർസ്. ഭയങ്കര ചൂടായിരുന്നു, നമ്മൾ വീട്ടിലിരുന്നു. ആ വീട്ടിലിരുന്നു എന്നുള്ളത് അവിടുത്തെ ഒരു റിസൾട്ട് അല്ലേ. ഈ സ്റ്റേഡ് ഇൻഡോർസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു റിസൾട്ട് ആണ് ഇല്ലേ. ഹി വർക്ക്ഡ് സോ ഹാർഡ്, ഇറ്റ് വാസ് സച്ച് എ ഹോട്ട് ഡേ എന്ന് പറയുന്നത് അത് കാരണം, ആ റീസൺ കാരണം അവിടുത്തെ റിസൾട്ട് ഉണ്ടായത് ദാറ്റ് വി സ്റ്റേഡ് ഇൻഡോർസ് എന്നായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ ദാറ്റ് ഉപയോഗിക്കും. സച്ച് കഴിഞ്ഞ് ദാറ്റ് ഉപയോഗിക്കും. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. സച്ച് കഴിഞ്ഞ് ആസ് ഉപയോഗിക്കുന്നത് വെൻ ഇറ്റ്സ് എ നൗൺ ഫ്രേസ്. സച്ച് കഴിഞ്ഞ് ദാറ്റ് ഉപയോഗിക്കുന്നത് ഫോർ ടു ഡിനോട്ട് എ റിസൾട്ട്. ഒരു പേർപ്പസ് അല്ലെങ്കിൽ റിസൾട്ട് കാണിക്കാൻ, ഒരു എഫക്റ്റ് കാണിക്കാനാണ് നമ്മൾ സച്ച് ദാറ്റ് പറയാം. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റിൽ പോവാം. നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്കാണ് കയറുന്നത്. മൊഡാൽസും ഓക്സിലറി വേർബ്സും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമായിരിക്കാം, ബട്ട് ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവുന്ന വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നമ്മൾ വിട്ട് കളയരുത്. ജസ്റ്റ് തിങ്കിങ് ദാറ്റ് ഇറ്റ് സിമ്പിൾ, ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിടരുത്. മൊഡാൽസ് എന്താണ്, ഓക്സിലറി വേർബ്സ് എന്താണെന്ന് പഠിക്കാം. യൂഷ്വലി നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന കുറച്ച് മൊഡാൽസും ഓക്സിലറി വേർബ്സും ആണ് ഷാല്, വില്ല്, ക്യാൻ, മേ, മൈറ്റ്. അതൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്ന വിൽ, വുഡ്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡാൽ വേർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. ഈസ്, ആർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ മെയിൻ വേർബ് ഉണ്ടാവും അല്ലേ. ഇപ്പം ഐ ആം ലേണിംഗ് മാത്സ് നൗ എന്നാണെന്ന് വെച്ചോ. ഐ എം സ്റ്റഡിങ് മാത്സ്, ഐ എം ലേണിംഗ് മാത്സ്.
ഈ ലേണിംഗ് ഇസ് എ വേർബ് ഹിയർ. പക്ഷെ ഈ ആം എന്താണ്? ആം ഇസ് ദ ഓക്സിലറി. ആം ഇവിടുത്തെ ഓക്സിലറി ആണ്. ഇറ്റ്സ് എ ഹെൽപ്പിംഗ് വേർബ്. ഓക്സിലറിനെ നമ്മൾ എന്ത് പറയാം? ഹെൽപ്പിംഗ് വേർബ് എന്നും പറയാറുണ്ട്. ഹെൽപ്പിംഗ് വേർബ്സ്. ഓക്സിലറി വേർബ്സ് ആർ ഓൾസോ കോൾഡ് ആസ് ഹെൽപ്പിംഗ് വേർബ്സ്. നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യമാണ്. മൊഡാൽസ് നോക്കിയാൽ നമുക്കിവിടെ നോക്കിയോ, ഷാൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, വിൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഷാലും വില്ലും നമ്മളിപ്പം ജസ്റ്റ് ഇഫ് യു ആസ്ക് മീ വാട്ട് ദ മീനിങ് ഓഫ് ഇറ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് വലിയ വ്യത്യാസം പറയാനില്ല. പക്ഷെ ദർ ഇസ് ഡെഫിനറ്റ്ലി. അതുകൊണ്ടാണല്ലോ നമ്മൾ എപ്പോഴും ഷാലും വില്ലും അങ്ങനെ ഉപയോഗിക്കാത്തത്. ട്രഡീഷണലി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് ഐ കഴിഞ്ഞ് ഷാല് പറയണം. ഐ കഴിഞ്ഞ് എപ്പോഴും ഷാല് പറയണം എന്നാണ് റൂള്. യു സീ ഹിയർ, ഐ ഷാൽ കം ടുമോറോ എന്ന് പറയാം. വി കഴിഞ്ഞ് വില്ലാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യേണ്ടത്. വി വിൽ കം ടുമോറോ, ഐ ഷാൽ കം ടുമോറോ. ഐ കഴിഞ്ഞ് ഷാൽ യൂസ് ചെയ്യുന്നതാണ് ട്രഡീഷണൽ ഫോം. പക്ഷെ നമ്മൾ മോഡേൺ യൂസേജിൽ നമുക്കറിയാം, നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ? ഐ വിൽ കം ടുമോറോ എന്ന് തന്നെയല്ലേ പറയാം. വിച്ച് ഇസ് നോട്ട് റോങ്. പക്ഷെ നമ്മൾ ഐ കഴിഞ്ഞ് ഷാൽ യൂസ് ചെയ്യുന്നതാണ് ട്രഡീഷണൽ ഇംഗ്ലീഷ് വെച്ച് കറക്റ്റ്. ഷാൽ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? ഇപ്പോഴും യൂസ് ചെയ്യും. സോ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ട്രഡീഷണൽ ഇംഗ്ലീഷ് നോക്കിയാൽ ഐ കഴിഞ്ഞ ഷാൽ വരണം, ഒരു വി കഴിഞ്ഞ് നമ്മൾ വില്ല് വരണം എന്നാണ് പറയുന്നത്. പക്ഷെ മോഡേൺ ഇംഗ്ലീഷിൽ വിൽ ഇസ് വെരി കോമൺലി യൂസ്ഡ് അല്ലേ? ഐ വിൽ കം ടുമോറോ, ഐ വിൽ ഹെൽപ്പ് യു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഐ കഴിഞ്ഞ് വില്ല് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് നോട്ട് റോങ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴും ഷാൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നുള്ളത് നോക്കിയേ. ഷാൽ ഇപ്പോൾ നമ്മളൊരു ഓഫറിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സജഷൻ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ ഫോർമലായിട്ട് നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവില്ലേ? നമ്മൾ ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്ന വാക്കല്ലേ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയാണ് ഒബ്ലിഗേഷൻസ്. നോക്കിയപ്പം ഇതൊക്കെ ഷാൽ ഐ ഹെൽപ്പ് യു, അവിടെ നമ്മൾ ഷാൽ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇറ്റ്സ് എൻ ഓഫർ, ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ, ഐ എം സജസ്റ്റിംഗ് ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് യു, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഓഫർ, ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് പറയുമ്പം ഷാൽ ഐ ഹെൽപ്പ് യു എന്ന് പറയാം. പക്ഷെ ഇവിടെ നോക്കിയേ, ഐ വിൽ കോൾ യു ടുമോറോ, അത് നാളത്തെ ഒരു കാര്യമാണ്. ഇറ്റ്സ് ലൈക്ക് എ സ്റ്റേറ്റ്മെന്റ്, ഞാൻ നാളെ നിന്നെ വിളിക്കാം എന്ന് പറയുന്നത്. ഷാൽ ഐ ഹെൽപ്പ് യു എന്ന് പറയും. വി ഷാൽ ഓവർകം എന്ന് പറയില്ല, നമ്മൾ പണ്ടോട്ടെ പാടുന്നൊരു പാട്ടാണ് വി ഷാൽ ഓവർകം. അതേപോലെ നമ്മളൊരു സജഷൻസ് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഫോർമലി വി ഷാൽ ഓൾ സ്റ്റാൻഡ് ടുഗെദർ എന്നൊക്കെ പറയുന്നത് ഒരു ഫോർമൽ ഒബ്ലിഗേഷൻ ആണ്. നമ്മുടെ കൺട്രിയുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇറ്റ്സ് ആർ റെസ്പോൺസിബിലിറ്റി ദാറ്റ് വി ഷാൽ ഓൾ ഫൈറ്റ് ടുഗെദർ, ഓർ വി ഷാൽ യുണൈറ്റ്, വി ഷാൽ ബി യുണൈറ്റഡ് ആൻഡ് വി ഷാൽ ബി വർക്കിംഗ് ടുഗെദർ എന്നൊക്കെ പറയുന്നത് ഒരു ഫോർമൽ ഒബ്ലിഗേഷൻ ആയിട്ടാണ് അവിടെ സെന്റൻസിൽ വരേണ്ടതെങ്കിൽ നമുക്ക് ഷാൽ ഉപയോഗിക്കാം. പക്ഷെ ഐ വിൽ കോൾ ടുമോറോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫോർമൽ ഒബ്ലിഗേഷൻ അല്ല, ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ തിങ് അല്ലേ? നാളെ നിന്നെ വിളിക്കാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോർമൽ സ്റ്റേറ്റ്മെന്റ്. അവിടെ ഐ കഴിഞ്ഞ് വില്ല് ഉപയോഗിക്കാം. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഷാൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. ഒരു ഓഫർ, അല്ലെങ്കിൽ ഒരു സജഷൻ, അല്ലെങ്കിൽ ഫോർമലി ഉള്ള ഒരു ഒബ്ലിഗേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ ഇറ്റ്സ് എ ഡ്യൂട്ടി കാണിക്കണം, ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ഡ്യൂട്ടി കാണിക്കുമ്പോൾ യൂസ് ചെയ്യേ ഷാൽ. സാധാ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ജസ്റ്റ് സേ വിൽ എന്ന് ഇട്ടാൽ മതി. ഇനി നമ്മൾ എവിടെയാണ് ക്യാനും കുഡും യൂസ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. ക്യാൻ, ലൈക്ക് എ സെഡ്, ഇറ്റ്സ് എന്താ മൊഡാൽ ആണല്ലോ. ക്യാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് എനിക്ക് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് എൻ എബിലിറ്റി. നമ്മുടെ ഐ ക്യാൻ ഡു ദിസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു എബിലിറ്റി അല്ല. ഐ ക്യാൻ റൈറ്റ്, ഐ ക്യാൻ പെയിന്റ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എൻ എബിലിറ്റി ഓഫ് ദ പേഴ്സൺ. അപ്പോൾ നമ്മളെപ്പോഴും ക്യാൻ ഉപയോഗിക്കുക. പെർമിഷൻ ചോദിക്കുമ്പോൾ ക്യാൻ ഐ കം ഇൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ ഡു ദിസ്. നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കുകയാണ് ക്യാൻ ഐ കം ഇൻ, ക്യാൻ ഐ ഡു ദിസ്, ക്യാൻ ഐ സബ്മിറ്റ് ദ വർക്ക് ടുമോറോ എന്നൊക്കെ ചോദിക്കുന്നത് യു ആർ ആസ്കിങ് ഫോർ എ പെർമിഷൻ അല്ലേ? അപ്പം എബിലിറ്റി, പെർമിഷൻ, അല്ലെങ്കിൽ പോസിബിലിറ്റി പറയാം. ഐ ക്യാൻ കം ടുമോറോ, ഇറ്റ്സ് എ പോസിബിലിറ്റി, എനിക്ക് നാളെ വരാൻ പറ്റും എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഐ ക്യാൻ കം ടുമോറോ എന്ന് അവിടെ പറയാം. കുഡ് പറയുന്നത് ലൈക്ക് ക്യാൻ്റെ പാസ്റ്റ് ആണ് കുഡ് എന്ന് ഐ ഹോപ്പ് ഇറ്റ്സ് ഓൾ നോൺ. ക്യാനിൻ്റെ ഇത് പ്രസന്റ് ആണ്. വാട്ട് ഇസ് ദ പാസ്റ്റ്? കുഡ് ആണ് അല്ലേ? ക്യാൻ്റെ പാസ്റ്റ് ആണ് കുഡ്. അപ്പോൾ ഇറ്റ്സ് എ പാസ്റ്റ് എബിലിറ്റി. അല്ലെങ്കിൽ ഒരു പൊളൈറ്റ് റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. നോക്കിയേ, വെൻ ഐ വാസ് യങ് ഐ കുഡ് റൺ ഫാസ്റ്റ്. ഞാൻ കുട്ടി ആയിരുന്നപ്പോൾ, ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര സ്പീഡിൽ ഓടാൻ പറ്റുമായിരുന്നു എന്ന് പറയാണ് അല്ലേ? അപ്പം അതെന്താണ്? ഇറ്റ്സ് എ പാസ്റ്റ് എബിലിറ്റി. പാസ്റ്റ് കാണിക്കുന്നതുകൊണ്ട് എന്തിട്ടു? ഞാൻ കുഡ് ഇട്ടു അല്ലെ? നമ്മളിപ്പോൾ പഠിച്ചേ പാസ്റ്റ് എബിലിറ്റി പറയുമ്പോൾ കുഡ് പറയണം. ഐ ക്യാൻ സ്വിം, ഐ ക്യാൻ സ്വിം എന്താണ്? പ്രസന്റ് എബിലിറ്റി ആണ്, എനിക്ക് ഇപ്പോഴും സ്വിം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇറ്റ്സ് എ പ്രസന്റ് തിങ്. പ്രസന്റ് എബിലിറ്റി ആകുമ്പം യൂസ് ക്യാൻ. പണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഐ കുഡ് ക്ലൈംബ് ഫാസ്റ്റ്, ഐ കുഡ് റൺ ഫാസ്റ്റ്,
ഐ കുഡ് ലേൺ ഫാസ്റ്റ്, കുറേ കാര്യങ്ങൾ നമുക്ക് ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇറ്റ്സ് എ പാസ്റ്റ് എബിലിറ്റി. അപ്പോൾ കുഡ് പറയാം. കുഡ് യു പാസ് മീ ദ സോൾട്ട്, നമ്മൾ കുഡ് യു പാസ് മീ ദ പേപ്പർ, കുഡ് യു പാസ് മീ ദ പെൻ ഒക്കെ നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എ റിക്വസ്റ്റ് അല്ലേ, ഭയങ്കര പൊളൈറ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ്. കുഡ് യു പാസ് മീ ദ സോൾട്ട്, കുഡ് യു പാസ് മീ ദ സ്പൂൺ. നമ്മൾ ടേബിളിലൊക്കെ ഇരിക്കുമ്പോൾ ടേബിൾ മാനേഴ്സ് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ റിക്വസ്റ്റ് ആയിട്ട്. ഇറ്റ്സ് എ പൊളൈറ്റ് റിക്വസ്റ്റ്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കുഡ് ഉപയോഗിക്കണം. ഹിയർ ഇറ്റ് ഇസ് എ റിക്വസ്റ്റ്. ഐ ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം, അതെന്താ കാണിക്കുന്നത്? ഐ ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലത്തിൽ അവിടെ എന്താ? ഇറ്റ്സ് എൻ എബിലിറ്റി അല്ലേ? ഐ ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം എന്ന് പറയുമ്പം ഇറ്റ്സ് എൻ എബിലിറ്റി. ഐ എം ഏബിൾ ടു സോൾവ് ദിസ് പ്രോബ്ലത്തിനാണ് ഐ ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം എന്ന് പറയുന്നത്. കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ് നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ എന്താ? റിക്വസ്റ്റ് ആണ് അല്ലേ? പൊളൈറ്റ് ആയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പോഴും കുഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. കുഡ് യു ഹെൽപ്പ് മീ പ്ലീസ്, കുഡ് യു പാസ് ദിസ്, കുഡ് യു പാസ് ദിസ് പേപ്പർ ടു ദ ടീച്ചർ, ഇതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോഴൊക്കെ വെൻ ഇറ്റ്സ് എ പൊളൈറ്റ് റിക്വസ്റ്റ് യൂസ് കുഡ്. ക്യാൻ പറയുന്ന എപ്പോഴാണ്? എബിലിറ്റി അല്ലെങ്കിൽ പ്രസന്റ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിക്കാണ് ക്യാൻ പറയുന്നത്. ഐ ക്യാൻ സ്വിം, ഐ ക്യാൻ ഡാൻസ് എന്നൊക്കെ പറയുന്നത് സംതിങ് ഐ ക്യാൻ ഡു ഇൻ ദ പ്രസന്റ്. അപ്പോൾ നമ്മൾ ക്യാൻ ഉപയോഗിക്കാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് നോക്കാം. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടല്ലോ? വി ആർ ടോക്കിംഗ് അബൌട്ട് മൊഡാൽസ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്സിനെ പറ്റിയാണ് പറയുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് മൊഡാലാണ് മേ അല്ലെങ്കിൽ മൈറ്റ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് അല്ലേ? മേ അല്ലെങ്കിൽ മൈറ്റ്. മേ എന്താ? ഇത് സ്ട്രോങ് ആയിട്ടൊരു പോസിബിലിറ്റീനെ പറ്റി പറയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു പെർമിഷൻ ചോദിക്കുകയാണ്. ദീസ് ആർ ദ ടു പ്ലേസസ് വെർ യു യൂസ് മേ. മറന്നു പോകരുത്, ഒരു സ്ട്രോങ് പോസിബിലിറ്റി അല്ലെങ്കിൽ ഒരു പെർമിഷൻ. when do we use might? Might is ഒരു പോസിബിലിറ്റി കുറവാണ്. ഇറ്റ്സ് എ വീക്ക് പോസിബിലിറ്റി. വീക്കർ പോസിബിലിറ്റിക്കാണ് മൈറ്റ് ഉപയോഗിക്കുന്നത്. ഇറ്റ് മേ റെയിൻ ടുഡേ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ഐ എം ഷുവർ യു ഡോണ്ട്, മോസ്റ്റ് ഓഫ് യു മൈറ്റ് നോട്ട് നോ ദ ഡിഫറൻസ്. പക്ഷേ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? മേ ഇസ് ഫോർ എ സ്ട്രോങ്ങർ പോസിബിലിറ്റി. ഇന്ന് മഴ പെയ്യുന്ന എനിക്ക് ഓൾമോസ്റ്റ് ഉറപ്പാണെങ്കിൽ മേ പറയാം. പക്ഷെ മഴ പെയ്യുന്ന ഉറപ്പല്ലെങ്കിൽ മൈറ്റ് പറയാം. മൈറ്റ് ഇസ് എ വീക്കർ പോസിബിലിറ്റി. ഇവിടെ നോക്കിയേ, ഇറ്റ് മേ റെയിൻ ടുഡേ. ഇറ്റ് മേ റെയിൻ ടുഡേ എന്ന് വെതർ റിപ്പോർട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ വെതർ ആപ്പ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. വി ഹാവ് എ ഡേറ്റ, ഒരു സ്ട്രോങ് സജഷൻ ഉണ്ട്, നമുക്ക് ഇന്ന് മഴ പെയ്യുന്ന ഉറപ്പാണെന്ന് തോന്നുമെങ്കിൽ അവിടെ യൂസ് മേ, ബിക്കോസ് ഇറ്റ്സ് എ വെരി സ്ട്രോങ് പോസിബിലിറ്റി. പക്ഷെ മൈറ്റ് എവിടെയാ? ഫോർ എ വീക്കർ പോസിബിലിറ്റി അല്ലേ? ഇറ്റ് മൈറ്റ് റെയിൻ ബട്ട് ഐ ഡൗട്ട് ഇറ്റ്. എനിക്ക് ഉറപ്പില്ല, കാരണം നമ്മളിവിടെ ഡൗട്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതെന്താണ്? വീക്കാണ്. ഇറ്റ്സ് എ വീക്ക് പോസിബിലിറ്റി. അതുകൊണ്ട് യൂസ് മൈറ്റ്. പെർമിഷൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. മേ ഐ കം ഇൻ എന്ന് പറയില്ലേ? മേ ഐ കം ഇൻ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അപ്പം യു യൂസ് മേ ബിക്കോസ് യു ആർ ആസ്കിങ് ഫോർ എ പെർമിഷൻ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മൾ തെറ്റിപ്പോകരുത്. മൈറ്റ് ഇസ് ഫോർ എ വീക്കർ പോസിബിലിറ്റി. മേ ആണ് നിങ്ങൾക്ക് ഉറപ്പുള്ളൊരു കാര്യത്തിനാണ്. ഉറപ്പ് ഇൻ ദ സെൻസ് പോസിബിൾ ആണെന്ന് ഉറപ്പുള്ളൊരു കാര്യത്തിന് മേ പറയാം. മേ ഓർ മൈറ്റ്. ഇനി അടുത്ത എവിടെയാ? മസ്റ്റും പറയുന്നുണ്ട്, ഹാവ് ടുവും പറയുന്നുണ്ട്. നമ്മൾ യൂഷ്വലി രണ്ടും ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? ഒരു സ്ട്രോങ് ആയിട്ടൊരു സജഷൻ പറയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷുഡ് എന്നുള്ള ഉപയോഗിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ചെയ്തിരിക്കണം എന്ന് പറയുന്നതിനാണ് മസ്റ്റ് ഓർ ഹാവ് ടു. മസ്റ്റ് ഒരു പേഴ്സണൽ നെസസിറ്റി ആണ്. അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ട് നമ്മൾ ഒരാളെ റെക്കമെൻഡ് ചെയ്യുകയാണ് ഒരു കാര്യം ചെയ്യാൻ. യു മസ്റ്റ് കം ടുമോറോ എന്ന് പറയുമ്പോൾ എന്താ? നാളെ നീ വന്നേ പറ്റൂ. യു ആർ സ്ട്രോങ്ലി ടെല്ലിങ് ദാറ്റ് പേഴ്സൺ ദാറ്റ് ഹി ഷുഡ് കം ടുമോറോ. അതൊരു സ്ട്രോങ് റെക്കമെൻഡേഷൻ ആണ്. അപ്പൊ എവിടെ എന്താ യൂസ് ചെയ്യേണ്ടേ? മസ്റ്റ് യൂസ് ചെയ്യണം. ഹാവ് ടു എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷൻ ആണ്. എന്താ പറയാ നോക്കിയ, മസ്റ്റ് എന്താണ്? ഒരു പേഴ്സണൽ ഒബ്ലിഗേഷനും ഹാവ് ടു പറയുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻ ആണ്. ഐ മസ്റ്റ് ഫിനിഷ് ദിസ് ബുക്ക്. ഐ മസ്റ്റ് ഫിനിഷ് ദിസ് ബുക്ക് എന്ന് പറയുന്നത് എന്താ? എൻ്റെ ആയിട്ടൊരു കാര്യമല്ല, എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു നെസസിറ്റി ആണ്. ഞാൻ ഇന്ന് ഈ ബുക്ക് ഫിനിഷ് ചെയ്യണം. അല്ലെങ്കിൽ ഐ മസ്റ്റ് ഫിനിഷ് ദ പോർഷൻസ് ടുഡേ, ഐ മസ്റ്റ് റിവൈസ് ടുഡേ. ഇതൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നീഡ്സ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കണം. ഇത് നോക്കി, പക്ഷേ ഐ ഹാവ് ടു വെയർ എ യൂണിഫോം അറ്റ് വർക്ക്, അതെന്താണ്? അത് വേറെ ഒരു നമുക്ക് പുറത്ത് പറഞ്ഞൊരു കാര്യം. ഐ ഹാവ് ടു വെയർ മൈ ID കാർഡ് ഇതൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ഒബ്ലിഗേഷൻ ബിക്കോസ് പുറത്തുനിന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു. ഇറ്റ്സ് എൻ എക്സ്റ്റേണൽ ഒബ്ലിഗേഷൻ. ഐ ഹാവ് ടു ഗോ ടു വർക്ക് ഏർലി, കാരണം എന്താ? ബോസ് പറഞ്ഞു നാളെ നേരത്തെ വരണം എന്ന്. ബിക്കോസ് ഇറ്റ്സ് എൻ എക്സ്റ്റേണൽ റെക്കമെൻഡേഷൻ. അപ്പോൾ യു യൂസ് ഹാവ് ടു. പക്ഷേ ഒരു പേഴ്സണൽ ആയിട്ടുള്ള നെസസിറ്റി ആണ് ഐ മസ്റ്റ് സ്റ്റഡി ടുഡേ. കാരണം എന്താ? എനിക്ക് പഠിക്കണം, എൻ്റെ കാര്യമാണ്. ഐ ഹാവ് ടു ഗോ ടു വർക്ക് ഏർലി ടുമോറോ എന്ന് പറയുന്നത് ബിക്കോസ് യു ഹാവ് ബീൻ റെക്കമെൻഡഡ് എക്സ്റ്റേണലി. നിന്നോട് പുറത്തുനിന്ന് ആരോ പറഞ്ഞു ദാറ്റ് യു ഹാവ് ടു കം ഏർലി ടുമോറോ. അപ്പോൾ യു ഹാവ് ടു യൂസ് ഹാവ് ടു. ക്ലിയർ ആണല്ലോ? മസ്റ്റ് ഉപയോഗിക്കണം, ഹാവ് ടു എപ്പോഴാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, വുഡ്
എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? വിൽ, വുഡ് ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് മുന്നേ, ഇറ്റ്സ് ഓക്സിലറി വെർബ് ആണെന്ന്. വുഡ് നമ്മളൊരു പാസ്റ്റ് ഹാബിറ്റ്സിനെ പറയാൻ വേണ്ടി എപ്പോഴും ഉപയോഗിക്കാം. നമ്മൾ പണ്ട് ചെയ്തിരുന്ന, ലൈക്ക് ഐ സെഡ്, പാസ്റ്റ് ഹാബിറ്റ്സ്, പണ്ട് നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പാസ്റ്റ് ഹാബിറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാൻ. ഐ യൂസ് ടു എന്ന് പറയില്ലേ, ഐ യൂസ് ടു വേക്കപ്പ് ഏർലി, ഞാൻ പണ്ട് എപ്പോഴും നേരത്തെ എണീക്കായിരുന്നു. ഇറ്റ്സ് എ പാസ്റ്റ് ഹാബിറ്റ്. നോക്കിയാൽ യൂസ് ടുവിന് പകരം യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് വുഡ് ഉപയോഗിക്കാം. നോക്കിയേ, വെൻ ഐ വാസ് എ ചൈൽഡ് ഐ വുഡ് വിസിറ്റ് മൈ ഗ്രാൻഡ് പാരൻസ് എവറി സമ്മർ. നമ്മൾ ചെറുതിലെ അമ്മൂമ്മേനെ അപ്പൂപ്പനെ എപ്പോഴും കാണാൻ പോവുമായിരുന്നു. ഇറ്റ്സ് എ പാസ്റ്റ് ഹാബിറ്റ്. അപ്പോൾ യു ക്യാൻ യൂസ് വുഡ്. വെൻ ഐ വാസ് എ ചൈൽഡ് I would visit my grandparents. When I was a child, I would play every evening. അല്ലേ, I would go to play every evening. I would go to swim every morning. ഇതൊക്കെ നമ്മൾ പണ്ട് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് പറയുക, ഇറ്റ്സ് എ പാസ്റ്റ് ഹാബിറ്റ് ദാറ്റ് യു യൂസ്ഡ് ടു ഡു ഇറ്റ്. പണ്ട് ചെയ്ത കാര്യങ്ങൾ അല്ലേ, ആ യൂസ്ഡ് ടു, ഇതിന് പകരം നമുക്ക് എപ്പോഴും വുഡ് ഉപയോഗിക്കാമെന്ന് ആലോചിച്ചാൽ മതി. ഇറ്റ്സ് എ നൈസ് തിങ്. നമ്മൾ ഹി വുഡ് വിസിറ്റ് ഹിസ് വില്ലേജ് എവറി സമ്മർ. അവിടെ എന്താ, പാസ്റ്റ് അല്ലേ, പണ്ട് എല്ലാ സമ്മറിലും, പാസ്റ്റ് സമ്മേഴ്സിൽ, പണ്ടത്തെ അവധിക്കാലത്ത്, പണ്ടത്തെ സമ്മർ വെക്കേഷൻസും നമ്മൾ എപ്പോഴും വില്ലേജിൽ പോകുമായിരുന്നു. ഷീ വുഡ് റീഡ് നോവൽസ് ഇൻ ദ, ഇങ്ങനെ ഷീ വുഡ് റീഡ് നോവൽസ് ഇൻ ദ ഈവനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, വാട്ട് ഡസ് ഇറ്റ് കൺവേ? ദാറ്റ് ഇറ്റ് ഇസ് എ പാസ്റ്റ് ഹാബിറ്റ്. അവൾ ഇപ്പം വായിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം, പാസ്റ്റ് ഹാബിറ്റ് ആണ്. സെന്റൻസിന്റെ മീനിങ് മനസ്സിലാക്കുന്ന, ഇപ്പം നമുക്ക് നോക്കിയേ, there would be like, നമുക്കിപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ വളരെ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഷീ വുഡ് റീഡ് നോവൽസ് ഇൻ ദ ഈവനിങ് കോംപ്രിഹെൻഷനിൽ ഉണ്ടെങ്കിൽ what do you understand from it? It says that പണ്ട്, it was a past habit, she used to read. She used to read എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ, അല്ലാതെ ഇപ്പോഴും വായിക്കുന്നു അല്ല. ഷീ വുഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് എ പാസ്റ്റ് ഹാബിറ്റ്, പണ്ട് വായിക്കുമായിരുന്നു എന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ. പാസ്റ്റ് ഹാബിറ്റ് ആണ്. ഇനി നമ്മൾ നീഡ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ഒരു മൊഡാലായിട്ട് നീഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മളത് ഉപയോഗിക്കുന്നത് ഒരു നെഗറ്റീവ് കണോട്ടേഷൻ കൊണ്ട്, നെഗറ്റീവ് മീനിങ് ഉള്ളപ്പോഴാണ്. ഐ വുഡ് ഇറ്റ് ബി ബെറ്റർ ഇഫ് ഐ സേ ഇറ്റ് വിത്ത് എക്സാമ്പിൾസ്. ഇവിടെ നോക്കിയേ, യു നീഡ് നോട്ട് വെയിറ്റ്, നീ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയില്ല, ഇല്ല, കാര്യമില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ നീഡ് നോട്ട്. നീഡ് എന്നതിൻ്റെ അർത്ഥം എന്താ, in a verb form, you know, I need to go early, I need food now, I need water എന്നൊക്കെ പറയുന്നത് എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നതല്ലേ. പക്ഷെ നീഡ് ആസ് എ മൊഡാൽ വെർബ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് നെഗറ്റീവ് അല്ലെങ്കിൽ ഇൻറ്ററോഗേറ്റീവ് സെന്റൻസിൽ ഉപയോഗിക്കാം. നോക്കിയേ, നീഡ് ഐ സേ മോർ, നമ്മളിപ്പോൾ ഒരു ഭയങ്കര പ്രശ്നമാക്കിയിരിക്കുകയാണ്, ഞാൻ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞ കാര്യമാണ്, ബട്ട് സ്റ്റിൽ യു വെൻ ടു ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാം നീഡ് ഐ സേ മോർ, ഇതിൽ കൂടുതൽ ഞാൻ പറയണോ? ഇറ്റ്സ് എ ഇൻറ്ററോഗേഷൻ. നീഡ് ഐ സേ മോർ, ഇതിൽ കൂടുതൽ ഞാൻ പറയണമായിരുന്നോ എന്ന് പറയുന്നതാണ് നീഡ് ഐ സേ മോർ. അല്ലെങ്കിൽ യു നീഡ് നോട്ട് വറി, യു നീഡ് നോട്ട് വെയിറ്റ്, നീഡ് ഐ എക്സ്പ്ലെയിൻ ഫർദർ, ഇതിലും കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറയുന്നതാണ് നീഡ് ഐ എക്സ്പ്ലെയിൻ ഫർദർ. യു നീഡ് നോട്ട് വറി, യു നീഡ് നോട്ട് കം ടുമോറോ. ഇപ്പം വയ്യ എന്ന് പറയുകയാണ് ഒരാൾ, ഐ വുഡ് സേ ദാറ്റ് യു നീഡ് നോട്ട് കം ടുമോറോ, നാളെ വരേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ നെഗറ്റീവ്, വരണ്ട അല്ലേ. ഇവിടെ നെഗറ്റീവ് മീനിങ് വരുമ്പോൾ നീഡ് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് നീഡ് ദെയർ ഇസ് എ മൊഡാൽ. ഇവിടെ എന്താണ് നീഡ് എന്ന് ചോദിക്കുക, ഇറ്റ്സ് എ മൊഡാൽ വെർബ്. മൊഡാൽ വെർബ്. സോ നീഡ് ആസ് എ മെയിൻ വെർബ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഐ നീഡ് ഫുഡ്, ഐ നീഡ് ഫുഡ് എന്ന് നമ്മൾ പറയില്ല, എനിക്ക് വെള്ളം വേണം, എനിക്ക് ഭക്ഷണം വേണം എന്ന് പറയാം. അപ്പൊ ഈ നീഡ് എന്താ, മെയിൻ വെർബാണ് അവിടെ അല്ലേ, മെയിൻ വെർബാണ്. പക്ഷെ ഇവിടെ നോക്കിയേ, യു നീഡ് നോട്ട് വറി ഓൾ, നീഡ് ഐ എക്സ്പ്ലെയിനിൽ ഈ നീഡ് ഇസ് എ മൊഡാൽ ആൻഡ് എക്സ്പ്ലെയിൻ ആണ് അവിടുത്തെ മെയിൻ വെർബ് അല്ലേ. സോ നീഡ് ഇസ് ഓൾസോ യൂസ്ഡ് ആസ് എ മൊഡാൽ. നമ്മളിപ്പോൾ രണ്ട് കണ്ടു, നീഡ് ആസ് എ മെയിൻ വെർബും ഉണ്ട്, നീഡ് ആസ് എ മൊഡാൽ വെർബും ഉണ്ട്. നെക്സ്റ്റ് നോക്കാം. ജെറൻസും ഇൻഫിനിറ്റീവ്സും നമ്മൾ കുറച്ച് മുന്നത്തെ വീഡിയോസിൽ നമ്മൾ നോക്കിയായിരുന്നു. ജെറൻസും ഇൻഫിനിറ്റീവ്സും എവിടെ ഉപയോഗിക്കുന്നതെന്ന്. നമ്മൾ വാട്ട് ഇസ് എ ജെറൻഡ്, നമുക്ക് അത് ആദ്യം ഇറ്റ്സ് എ റിവിഷൻ. ഞാൻ ലൈക്ക് ഐ സെഡ് നിങ്ങൾ മുന്നത്തെ വീഡിയോസ് കണ്ടിട്ട് വന്നാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു ഫോളോ. കാരണം ഞാൻ കുറേ കാര്യങ്ങൾ ഫസ്റ്റ് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഐ വോണ്ട് ബി ഗോയിങ് ഇൻ വെരി ഡീറ്റെയിൽ ഇൻ ദിസ്, ബട്ട് സ്റ്റിൽ ഐ വുഡ് എക്സ്പ്ലെയിൻ. ജെറൻഡ് എന്താണ്, ING ഫോം. നമ്മൾ ING ഫോം ഓഫ് ദ വേർബിനെ ഒരു ആക്ടിവിറ്റി ആയിട്ട് പറയുകയാണെന്ന് വെച്ചോ. സ്വിമ്മിങ് എന്നൊക്കെ, ഇപ്പൊ ഐ ലൈക്ക് സ്വിമ്മിങ് എന്ന് പറയുമ്പോൾ ഈ സ്വിമ്മിങ് അവിടെ ഒരു ആക്ടിവിറ്റി അല്ലേ.
Activity ആവുമ്പോൾ what does it become? It becomes a gerund. Gerund. Very, very important concept ആണ്. Laughing is the best medicine. Laughter is the best medicine. Laughing, he is laughing. എന്താ പറയാ, he likes laughing or he likes swimming, he likes learning. അവിടെയൊക്കെ നമ്മൾ ing ഫോമിന് ഒരു ആക്ടിവിറ്റി ആയിട്ട് കൂടിയാണ് പറയുന്നത് അല്ലേ? That's when the verb acts as a gerund. നമ്മൾ gerund കഴിഞ്ഞ് എപ്പോഴും ചില വേർഡ്സ് കഴിഞ്ഞ് എപ്പോഴും ജെറണ്ട് തന്നെ ഫോളോ ചെയ്യണം എന്നുണ്ട്. ആ വേർഡ്സ് ഏതൊക്കെയാന്ന് പഠിച്ചു വെക്കുക. ലൈക്ക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. നമ്മളത് ഇറ്റ്സ് ഈസി ഇഫ് യു ലൈക്ക് ലേൺ ദാറ്റ്. ഞാൻ കാണാതെ പഠിക്കാൻ പറയില്ല, പക്ഷേ ലൈക്ക് ഐ സെഡ്, ഇഫ് യു ആർ പ്രിപ്പയറിംഗ് നോട്ട്സ്, റീഡ് ഇറ്റ് റെഗുലർലി സോ ദാറ്റ് ഈ വേർഡ്സ് ഒക്കെ വിൽ സ്റ്റിക്ക് ഇൻ യുവർ ഹെഡ്. അപ്പം പിന്നെ കാണുമ്പം ഓയാ നമ്മൾ ആ റൂളിൽ കണ്ടായിരുന്നു, ദാറ്റ് ഇത് കഴിഞ്ഞ് എപ്പോഴും ജെറണ്ട് വരണം നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. നോക്കിയേ, അവോയ്ഡ്, എൻജോയ്, ഫിനിഷ്, മൈൻഡ്, പ്രാക്ടീസ്, റിസ്ക്, സജസ്റ്റ്, കൺസിഡർ. ഇതൊക്കെ ഇപ്പം നൗ വെൻ യു ലുക്ക് അറ്റ് ഇറ്റ് യു ആർ ലൈക്ക്, ഇത്രയും വലിയ ലിസ്റ്റ് ഞാൻ എങ്ങനെ പഠിക്കാം? ലൈക്ക് ഐ സെഡ്, റിവൈസ് ഇറ്റ്. നമ്മൾ റെഗുലർലി റിവൈസ് ചെയ്ത് ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ് ഇറ്റ് ഇൻ യുവർ ഹെഡ്. പിന്നെ നമ്മൾ കാണുമ്പം അറ്റ്ലീസ്റ്റ് നമുക്ക് ഫുൾ ഓർമ്മയില്ലെങ്കിലും യു വുഡ് അറ്റ്ലീസ്റ്റ് തിങ്ക് ദാറ്റ് ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ദാറ്റ് ദർ ഇസ് സം റൂൾ റിലേറ്റഡ് ടു ദിസ് വേർഡ് എന്നെങ്കിലും നമുക്ക് ഓർമ്മ വരും. സോ സ്പോട്ട് ദ എററിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് റീഡിൽ ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ് ഓൾസോ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇതെവിടെ കണ്ടിട്ടുണ്ടല്ലോ, ദാറ്റ് സംതിങ് റിലേറ്റഡ് ടു ദിസ് ഉണ്ടാവും നമുക്ക് മനസ്സിലാവുമ്പോൾ തന്നെ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു ടു ക്രാക്ക് ദ ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലൈക്ക് ഐ സെഡ്, പ്ലീസ് റിവൈസ്, എന്നാലേ ഇത് തലയിൽ നിൽക്കുള്ളൂ. ഇവിടെ നോക്കിയേ, ഐ എൻജോയ് ഞാൻ ഇവിടെ പറഞ്ഞ വേർഡ് അല്ലേ, ഇതേ കിടക്കുന്നു, എൻജോയ്. സോ വാട്ട് ഇറ്റ് ഇസ്? ഐ എൻജോയ് റീഡിങ് ബുക്സ്. അവിടെ എൻജോയ് കഴിഞ്ഞ് ഇറ്റ്സ് ഓൾവേസ് എ ജെറണ്ട്. ഈ റീഡിങ് ഇവിടെ എന്താ, ജെറണ്ട് ആണ് അല്ലേ? ബിക്കോസ് ജെറണ്ട് ing ഫോം മാത്രമല്ല, ഇറ്റ്സ് എൻ ആക്ടിവിറ്റി. അവിടെ റീഡിങ് ബുക്സ് എന്ന് പറയുന്നത് ഒരു ഹോൾ ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഐ എൻജോയ് കഴിഞ്ഞ് റീഡിംഗ് എന്ന് പറയണം. ഹി അവോയ്ഡഡ് ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്. അവോയ്ഡ് ഇവിടെ ഉണ്ടല്ലോ, അതേ കിടക്കുന്നു. സോ ഹി അവോയ്ഡഡ് ഞാൻ ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് ing ഫോം ഉപയോഗിക്കുക. ഇറ്റ്സ് എ ജെറണ്ട്. ഇവിടെ ആൻസറിങ്, ചോദ്യത്തിന് ഉത്തരം പറയുന്ന അവിടുത്തെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ പറയുന്നത്. സോ ഹി അവോയ്ഡഡ് ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്. നമുക്ക് എല്ലാത്തിനും ഓപ്ഷൻസ്, ഐ വുഡ് സജസ്റ്റ് ദാറ്റ്, ഞാൻ ലൈക്ക് ഐ സെഡ്, നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓർമ്മ നിൽക്കുക. സോ ഞാനിപ്പോൾ 2 എണ്ണത്തിന് എക്സാമ്പിൾ തന്നിട്ടുള്ളൂ. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് നിങ്ങൾ ഈ ബാക്കി ഇപ്പോൾ ഇവിടെ ഇറ്റ്സ് ലൈക്ക് 6-7 വേർഡ്സ് ഉണ്ടല്ലേ, അതിനൊക്കെ ഒരു എക്സാമ്പിൾ ഉണ്ടാക്കി റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട് സോ ദാറ്റ് ഇറ്റ്സ് ഈസി ഫോർ യു ടു റിമെമ്പർ. അടുത്ത് നോക്കിയേ, ഇൻഫിനിറ്റീവ് എന്താണ്? ഇൻഫിനിറ്റീവ് ഇസ് എഴുതിയിട്ടുണ്ട് ഇവിടെ അല്ലേ, 2 + V1 ഫോം ഓഫ് ദ വേർബ്. V1, V2, V3 ഓർമ്മയുണ്ടല്ലോ. ഐ വിൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ എഴുതാം. V1, V2, V3, eat എടുക്കാം നമുക്ക്. eat എന്നുള്ള വേർബ്. V2 ഇസ് eat, V3 ഇസ് eaten. കോമൺ എക്സാമ്പിൾ ആണ്, ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മ വരണം. V1 എന്താണ്? ബേസ് ഫോം ആണ്, eat തന്നെ എഴുതാം. അപ്പം ഇൻഫിനിറ്റീവ് എന്താ? to eat ആണ് eat എന്ന വേർബിന്റെ ഇൻഫിനിറ്റീവ് ഫോം. 2 + the V1 ഫോം അല്ലേ? സർട്ടൻ വേർബ്സ്, ചില വേർബ്സ് എപ്പോഴും ഇൻഫിനിറ്റീവ് ഫോം ആയിരിക്കും ഫോളോ ചെയ്യേണ്ടത്. agree, decide, hope, manage, offer, plan, promise, refuse. I know it's a lot of words, but again ഞാൻ പറയാണ്, നിങ്ങൾ make your own examples, use it in sentences. അങ്ങനെയാണ് നമ്മളിത് പഠിക്കേണ്ടത്. അല്ലാണ്ട് ഇംഗ്ലീഷ് എനിക്ക് ജസ്റ്റ് വായിച്ചു പോയാൽ പറ്റില്ല. യു ഹാവ് ടു യൂസ് ഇംഗ്ലീഷ് ഇൻ യുവർ, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു റൂൾ ഇവിടെ പഠിച്ചു. അപ്പം യൂസ് ദാറ്റ് ഇൻ എ സെന്റൻസ്. മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് ദാറ്റ് ഇൻ ആ ഒരു പഠിച്ച റൂൾ ഒരു സെന്റൻസിൽ അന്നൊരു 2-3 ദിവസം എല്ലായിടത്തും പോയി പറയണം എന്നല്ല, ബട്ട് അറ്റ്ലീസ്റ്റ് വെൻ യു ആർ സ്പീക്കിംഗ് ടു യുവർ സെൽഫ്, മേക്ക് ഷുവർ ദാറ്റ് യു യൂസിങ് ഇറ്റ്. എന്നാലേ നമുക്കത് പഠിക്കാൻ പറ്റൂ. ഇവിടെ നോക്കിയേ, ഷീ ഡിസൈഡഡ് ടു ജോയിൻ. ഡിസൈഡ് ഇവിടെ ഉള്ള വേർഡ് അല്ലേ? യു സെഡ് ദാറ്റ് ഡിസൈഡ് കഴിഞ്ഞ് എപ്പോഴും നമ്മൾ എന്ത് ഉപയോഗിക്കണം? ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് ഇസ് 2 + ബേസ് ഫോം അല്ലേ? അപ്പോൾ ഷീ ഡിസൈഡഡ് ടു ജോയിൻ ദ കോഴ്സ്. ടു ജോയിൻ ആണ് ഇവിടുത്തെ ഇത് എന്താ? ഇൻഫിനിറ്റീവ്. വേറെ ഒരെണ്ണം ഞാൻ പറയാലോ. അപ്പം അഗ്രീഡ് പറയാം ഞാൻ. ഐ അഗ്രീഡ് ടു ദ പ്ലാൻ. ഐ അഗ്രീഡ് ടു ഗോ ഫോർ ദ ട്രിപ്പ് എന്ന് എഴുതാം. I agreed to go for the trip. See, അപ്പോൾ 2 കഴിഞ്ഞ് ഞാൻ ബേസ് ഫോം ഓഫ് ദ വേർബ് ഗോ എഴുതി. അപ്പോൾ 2 + V1 ഇൻഫിനിറ്റീവ് നമ്മൾ യൂസ് ചെയ്തു. വേറെന്താ? I promised to
ഗോ ഫോർ ദ ഇവന്റ് എന്ന് എഴുതാം. ഗോ തന്നെ ഞാൻ പറയുന്നത് ബിക്കോസ് എനിക്ക് വേറെ ഒന്നും ഇപ്പൊ കിട്ടാത്തതുകൊണ്ടാണ്. ബട്ട് ലൈക്ക് ഐ സെഡ്, പ്ലീസ് ഓരോന്നിനും അല്ലെങ്കിൽ ഐ റെഫ്യൂസ്ഡ് എഴുതാം ഞാൻ. ഐ refused is a word here, കണ്ടോ? refused to accept the job offer. I was not happy with the job offer. അതുകൊണ്ട് ഞാൻ refuse ചെയ്തു, ഞാൻ എടുക്കാണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ to accept is the 2 + V1 ഫോം ആണ്, ഇൻഫിനിറ്റീവ് ഫോം ആണ്. സോ ഇതിങ്ങനെ ഞാൻ എഴുതിയതുണ്ടോ? സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് ഈ എല്ലാ വേർഡ്സിനും, ഇവിടുത്തെ എല്ലാ വേർഡ്സിനും വെൻ യു ആർ പ്രിപ്പയറിംഗ് ദ നോട്ട്സ്, നമ്മൾ ആ എല്ലാ വേർഡ്സിനും ഒരു ഒറ്റ എക്സാമ്പിൾ വെച്ച് എഴുതിപ്പോ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഹാർഡ്. നമ്മൾ എല്ലാം നോക്കിയേ അറിയുന്ന വേർഡ്സ് ആണ് അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് തന്നെയാണ്, അല്ലാതെ ഭയങ്കര വലിയ എന്താ പറയുക ജാർഗൺ വേർഡ്സ് ഒന്നും അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്. സോ മേക്ക് ഷുവർ ദാറ്റ് വെൻ യു ആർ ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ 3 എഴുതുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വന്നിട്ടുണ്ടോ? പ്രോമിസ് കഴിയുമ്പോൾ ടു പറയണം, അല്ലെ ഇൻഫിനിറ്റീവ് ഫോം പറയണം. അങ്ങനെ ഒരു സാധനം നമുക്കൊരു കത്തിയാൽ മതി. നമുക്ക് എക്സാമിന്റെ സമയത്ത് നമ്മളിതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? എക്സാമിന് ആ ക്വസ്റ്റ്യൻ ചെയ്യാനാണ്. എക്സാമിന്റെ സമയത്ത് ഇത് കത്തണം എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് എന്താ പറയുക മോട്ടീവ്, എയിം ഓഫ് ദ ഹോൾ തിങ് അതാണല്ലോ. അപ്പോൾ നമ്മൾ വെൻ യു ആർ സ്റ്റഡിങ് നമ്മളൊരു പ്രോപ്പർ വേയിൽ പഠിച്ചു പോവുക. നമ്മൾ എക്സാമ്പിൾസ് ഇങ്ങനെ ഉണ്ട്, ഈ ഞാനിപ്പോൾ നാളെ പോയിരുന്നിട്ട് വെറുതെ ഇരുന്ന് സർട്ടൻ റിസ്ക് പ്രാക്ടീസസ് കൺസിഡർ ഒക്കെ കഴിഞ്ഞിട്ട് ജെറണ്ട് വരും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ ലൈക്ക് ഐ സെഡ്, എൻ്റെ സ്ട്രോങ് സജഷൻ ആണ് മേക്ക് എക്സാമ്പിൾസ് ഫോർ ഓൾ ഓഫ് ദിസ്. ദാറ്റ് ഈസ് ലൈക്ക് അസൈൻമെന്റ് പോലെ വരിക. പ്ലീസ് സ്റ്റഡി വിത്ത് എക്സാമ്പിൾസ്. ഇംഗ്ലീഷ് എക്സാമ്പിൾസ് വെച്ച് പഠിച്ചാൽ ഇത്രയും എളുപ്പമുള്ളൊരു സാധനം വേറെ ഇല്ല. എക്സാമ്പിൾസും വേണം, വെൻ യു യൂസ് ഇറ്റ് അപ്പോഴും വേണം അല്ലേ. എക്സാമ്പിൾസും യൂസും ചെയ്യുമ്പോഴാണ് നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് നമുക്ക് എളുപ്പമാവുക. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് എക്സാമിന് ആ ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ റൂൾസ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, യു നീഡ് ടു അപ്ലൈ ദാറ്റ് റൂൾ ഓൾസോ. അപ്പോഴാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ലേണിംഗ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ഓൾസോ യു ആർ ലേണിംഗ് വിത്ത് എക്സാമ്പിൾസ് മാത്രമല്ല യൂസിങ് ദ ഇംഗ്ലീഷ് ഓൾസോ. നമുക്കപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? മൊഡാൽസ് പഠിച്ചു, ഓക്സിലറി വേർബ്സ് പഠിച്ചു, ഇൻഫിനിറ്റീവ്സ് എവിടെ വരണം, ജെറൻസ് വരേണ്ട വേർബ്സ് ഒക്കെ പഠിച്ചു, ആൻഡ് കുറച്ച് സച്ച് ദാറ്റ്, സോ ദാറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പഠിച്ചു. കണക്റ്റേഴ്സ് എന്നാണ് അതിനെ പറയുക അല്ലേ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ പറയുന്ന പോലെ സച്ച് ദാറ്റ്, സോ ദാറ്റ് എപ്പോഴാ, ആസ് ദോ എപ്പോഴാ നമ്മൾ പഠിച്ചു അല്ലേ. അതൊക്കെ പ്ലീസ് റിവൈസ് ഇറ്റ്. ഈ വീഡിയോയിൽ I think we have covered like certain important rules. Modals ഇവിടെ യൂസ് ചെയ്യുന്ന മേ ആൻഡ് മൈറ്റിന്റെ ഡിഫറൻസ് നമ്മൾ പഠിച്ചു അല്ലേ. മേ ഇസ് ഫോർ എ സ്ട്രോങ്ങർ പോസിബിലിറ്റി, മൈറ്റ് ഇസ് ഫോർ എ വീക്കർ പോസിബിലിറ്റി. അത് നമ്മൾ തെറ്റുന്നതെന്ന് ഞാൻ പറയില്ല, നമ്മൾ ചിലപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ യൂഷ്വലി പറയുന്നത് കറക്റ്റ് ആവണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പറയുന്ന റൂൾസ് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസ് വെച്ച്, പിന്നെ യൂസ് ഇറ്റ് ഇൻ കോമൺ ഡേയ്സ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോഴാണ് ദിസ് തിങ് വിൽ സ്റ്റിക്ക് ടു യുവർ ഹെഡ്. ബാക്കി റൂൾസ് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു സോ മച്ച്.